ബിഗ് ഒ. എന്താണ് ബിഗ് ഒ? ടെക്നിക്കൽ ഫീൽഡിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ആൽഗോരിതം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ബിഗ് ഒ എന്ന് പറയുന്നത്. അപ്പം എന്താണെന്ന് നോക്കാം അല്ലേ. 2 കോഡുകൾ എടുക്കുക. ഒരു പ്രത്യേക ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 കോഡുകൾ. ഇതിലേതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? വളരെ വൃത്തിയിലും വെടുപ്പിലും എഴുതിയിട്ടുള്ള കോഡായിരിക്കുമോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ്? ഏറ്റവും കുറഞ്ഞ ലൈനുകളിൽ എഴുതിയിട്ടുള്ള കോഡായിരിക്കും അതിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ്? അപ്പോൾ ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കോഡ് എഫിഷ്യൻ്റ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? നമുക്കൊരു ടൈമർ ചിത്രത്തിലേക്ക് കൊണ്ടുവരാം. ആദ്യത്തെ കോഡ് റണ്ണ് ചെയ്യുന്നത് 15 സെക്കൻഡ് കൊണ്ടാണ്. എന്നാൽ രണ്ടാമത്തെ കോഡ് വർക്ക് ചെയ്യുന്നത് 1 മിനിറ്റ് എടുത്തിട്ടാണ്. അതിലേത് കോഡായിരിക്കും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ്? തീർച്ചയായിട്ടും വേഗതയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വേഗത്തിൽ റണ്ണ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 15 സെക്കൻഡ് കൊണ്ട് റണ്ണ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കോഡ് തന്നെയായിരിക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ മാറി മാറി വേറെ വേറെ കമ്പ്യൂട്ടറുകളാണ്. ഓരോന്നിൻ്റെയും സ്പീഡും മാറിക്കൊണ്ടിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ ഒരു മാനദണ്ഡം മാത്രം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവിടെ നമ്മൾ ഓപ്പറേഷനുകളുടെ എണ്ണത്തെ കൂടി കൺസിഡർ ചെയ്യും. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ഓപ്പറേഷനുകളാണ് നടക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തും. അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഓപ്പറേഷനുകൾ ചെയ്യാൻ സാധിക്കുന്ന കോഡായിരിക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ്. ഇതിനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷനാണ് ബിഗ് ഒ എന്ന് പറയുന്നത്. അതായത് ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് ഉപയോഗിച്ച് ഏത് കോഡാണ് എഫിഷ്യൻ്റ് എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷനാണ് ബിഗ് ഒ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ടൈം കോംപ്ലക്സിറ്റി മാത്രമാണോ ഇതുകൊണ്ട് അളക്കാൻ സാധിക്കുക? അല്ല, മറ്റൊരു മാനദണ്ഡം ഉപയോഗിച്ച് കൂടി നമുക്ക് കോഡിൻ്റെ എഫിഷ്യൻസി തിരിച്ചറിയാം. അതിനുപയോഗിക്കുന്ന ഒരു മാർഗമാണ് സ്പേസ് കോംപ്ലക്സിറ്റി അനാലിസിസ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി സ്പേസ് ആണ്. നേരത്തെ 2 കോഡുകൾ എടുക്കുക. ആദ്യത്തെ കോഡ് 15 സെക്കൻഡ് കൊണ്ടാണ് റണ്ണ് ചെയ്തത്, രണ്ടാമത്തേത് 1 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ മെമ്മറി സ്പേസ് വെച്ചിട്ട് ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വേഗത്തിൽ റണ്ണ് ചെയ്ത ആദ്യത്തെ കോഡ് 40 MB മെമ്മറി സ്പേസ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. എന്നാൽ 1 മിനിറ്റ് എടുത്ത് പതിയെ റണ്ണ് ചെയ്ത രണ്ടാമത്തെ കോഡ് 10 MB മെമ്മറി സ്പേസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഏതാണ് മെമ്മറി സ്പേസിൻ്റെ അടിസ്ഥാനത്തിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ്? രണ്ടാമത്തേതല്ലേ. ഇത്തരത്തിൽ ഏത് കോഡാണ് എഫിഷ്യൻ്റ് എന്ന് തിരിച്ചറിയുന്ന മാർഗമാണ് സ്പേസ് കോംപ്ലക്സിറ്റി അനാലിസിസ്. ഈ രീതിയിൽ ടൈം കോംപ്ലക്സിറ്റി അനാലിസിസും സ്പേസ് കോംപ്ലക്സിറ്റി അനാലിസിസും ഉപയോഗിച്ച് ബെറ്റർ കോഡ് ഏതാണെന്ന് തിരിച്ചറിയുന്നതിനും അതിനെ സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷനാണ് ബിഗ് ഒ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബിഗ് ഒ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.